വെൽക്കം ടു സെലു സ്പൈസി കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു അവിയൽ ആണ്. ഇനി അവിയൽ തയ്യാറാക്കാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആദ്യമായി നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞ ചേന ഇട്ട് കൊടുക്കാം. ചേന വേവാൻ കുറച്ച് സമയമെടുക്കും, അതുകൊണ്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കുക. ഇനി വേണ്ടത് പച്ച നേന്ത്രക്കായാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, അവിയലിന് വേണ്ട വെജിറ്റബിൾസ് എല്ലാം എപ്പോഴും നീളത്തിൽ വേണം കട്ട് ചെയ്യാൻ. തൊലി ചെത്തി കുരു കളഞ്ഞെടുത്ത വെള്ളരിക്ക, കോവയ്ക്ക നീളത്തിൽ കട്ട് ചെയ്തത്, പടവലങ്ങ അതിൻ്റെ പുറത്തെ തൊലി കളഞ്ഞത്, കുമ്പളങ്ങ തൊലിയും കുരുവും കളഞ്ഞ് കട്ട് ചെയ്തത്, ക്യാരറ്റ് കട്ട് ചെയ്തത്, പച്ചപ്പയർ ബീൻസ്. ഇത് ഏതെങ്കിലും ഒന്നെടുക്കണം. ഞാൻ ഇവിടെ ബീൻസാണ് എടുത്തത്. മത്തങ്ങ തൊലിയും കുരുവും കളഞ്ഞത്. ഇനി വേണ്ടത് ഏറ്റവും പ്രധാനമായ മുരിങ്ങക്ക, അതിൻ്റെ തൊലി ഒന്ന് ചുരണ്ടിയ ശേഷം നീളത്തിൽ കട്ട് ചെയ്തത്. 4 പച്ചമുളക് നീളത്തിൽ കീറിയത്. എരിവ് കൂടുതൽ വേണമെങ്കിൽ എണ്ണം കൂട്ടാം. കറിവേപ്പില കൂടുതൽ ചേർക്കുന്നത് നല്ലതായിരിക്കും. ഇത്ര വെജിറ്റബിൾസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഞാൻ ഇവിടെ 800 ഗ്രാം വെജിറ്റബിൾസ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നീട് വേണ്ടത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ. അവിയലിന് വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ശ്രമിക്കണം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. എല്ലാ കഷ്ണങ്ങളിലും മഞ്ഞൾപ്പൊടിയും ഉപ്പും എണ്ണയും പറ്റുന്നത് വരെ ഇളക്കണം. പിന്നീട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച ശേഷം ഇളക്കാൻ പാടില്ല. ഇനി ഇത് അടച്ചു വെച്ച് തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിലും തിളച്ച ശേഷം മീഡിയം ഫ്ലെയിമിലും വേവിക്കണം. ഏകദേശം ഒരു 20 മിനിറ്റ് സമയം കൊണ്ട് ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഈ സമയം നമുക്കൊരു തേങ്ങാക്കൂട്ട് തയ്യാറാക്കാം. അതിനായി ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 കപ്പ് ചിരകിയ തേങ്ങ, ചെറിയ ഉള്ളി വലുതാണെങ്കിൽ 5 എണ്ണം, തീരെ ചെറുതാണെങ്കിൽ 10 എണ്ണം, കുറച്ചു കറിവേപ്പില, അവസാനമായി ഒരു പച്ചമുളക് കട്ട് ചെയ്തത്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ ചെറുതായി ഒന്ന് അടിച്ചെടുത്താൽ മതി. ഒരു ചമ്മന്തി പരുവത്തിൽ കിട്ടണം. ദാ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച കൂട്ട് ഇതിലേക്ക് ചേർക്കാം. ഇതിപ്പോൾ 20 മിനിറ്റായി നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വെള്ളം കൂടുതൽ ഉണ്ടെങ്കിൽ ഇത് തുറന്നു വെച്ച് വേവിച്ച് വറ്റിക്കാവുന്നതാണ്. ഇത് ഇപ്പോൾ വെള്ളം വറ്റിക്കുറഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായിട്ട് വറ്റിക്കേണ്ട, കുറച്ച് വെള്ളം ആവശ്യമാണ്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച കൂട്ട് ഇതിലേക്ക് ചേർക്കാം. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കുമ്പോൾ വെജിറ്റബിൾസ് അധികം ഉടഞ്ഞു പോകാതെ സൂക്ഷിക്കണം. ഇനി നമ്മൾ ഈ ചേർത്ത തേങ്ങ ഒന്ന് വേവുന്നതിനായിട്ട് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് നേരം വേവിക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര് ചേർക്കുക. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്തൊഴിക്കുക. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ചെറുതായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതുപോലെ അവസാനം ചേർത്ത പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ആണ് അവിയലിന് ഒരുപാട് സ്വാദ് കൊടുക്കുന്നത്. നിങ്ങൾക്കല്പം ഡ്രൈ ആയ അവിയലാണ് വേണ്ടത് എങ്കിൽ തൈരിന് പകരം അല്പം തക്കാളിയോ പച്ചമാങ്ങയോ വെജിറ്റബിൾസ് ചേർക്കുന്നതിൻ്റെ കൂടെ ചേർക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫ്രണ്ട്സ്.